വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ആരംഭിച്ചു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുന്ന കേരളത്തെ രാജ്യവും ലോകവും വിസ്മയത്തോടെയാണ് നോക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇവിടെ ഈ കാലയളവ് ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കാലയളവാണ്. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും വലിയ ഇടവേളയില്ലാതെ ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയും എല്ലാം നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ നമ്മുടേതുപോലുള്ള ഒരു നാട് തകർന്നു പോകുന്നതിന് ഇതിൽ പരം വേറൊന്നും വേണ്ടായിരുന്നു. അത്ര കടുത്ത ആഘാതങ്ങളാണ് നമുക്കവ സമ്മാനിച്ചത്. നിർഭാഗ്യവശാൽ നമ്മുടെ നാടിന് ആ ഒരു ആപൽഘട്ടത്തിൽ ലഭിക്കേണ്ട സഹായം ലഭിക്കുന്ന നിലയുണ്ടായില്ല. ഏതൊരു ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കാൻ ബാധ്യതപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ്. പക്ഷേ ആ ഗവൺമെൻറ് നമ്മെ സഹായിച്ചില്ല. ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. നിർഭാഗ്യകരമായ സമീപനമായിരുന്നു അത്. നൂറ്റാണ്ടിലെ മഹാപ്രളയം നാടിനെ ആകെ തകർത്തെറിയുകയായിരുന്നു. നമ്മെ നല്ലതുപോലെ നല്ല സ്നേഹത്തോടെ കാണുന്ന ലോകത്തിലെ ചില രാഷ്ട്രങ്ങൾ കേരളം എങ്ങനെ അതിജീവിച്ച് വരും എന്ന് വേദനയോടെ ചിന്തിച്ചു. അവർ നമ്മെ സഹായിക്കാൻ ചിലരൊക്കെ മുന്നോട്ട് വന്നു. ഇന്ത്യ ഗവൺമെൻറ് ആ സഹായം തടഞ്ഞു. നിപ്പയും ഓഖിയും പ്രളയവും കാലവർഷക്കെടുതിയും കോവിഡും ഉൾപ്പെടെ നിരവധിയായ പ്രതിസന്ധികളാണ് കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ നേരിടേണ്ടി വന്നത്. ഈ ഘട്ടത്തിലൊന്നും നമ്മെ സഹായിക്കേണ്ട കേന്ദ്ര സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും സഹായിച്ചില്ല. മാത്രമല്ല, സഹായങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. വിവിധ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് നാം മുന്നേറി. ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതയും വിഴിഞ്ഞം പദ്ധതിയുമൊക്കെ നാം യാഥാർത്ഥ്യമാക്കി. നമ്മുടെ കൂട്ടായ്മയും ഐക്യവുമാണ് അതിജീവനത്തിൻ്റെ കരുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ലോകത്തിലെ അപൂർവം വൻ തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം പോർട്ട്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ അഭിമാനകരമായൊരു പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതി പൂർത്തിയാക്കുന്നതിന് എൽ ഡി എഫ് സർക്കാർ ശക്തമായ നിലപാട് തന്നെ എടുത്തു. വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ മാറ്റും. സർവതല സ്പർശിയും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതവുമായ വികസന കാഴ്ചപ്പാടാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മന്ത്രി പി പ്രസാദ് അധ്യക്ഷനായി. മന്ത്രിമാരായ സജി ചെറിയാൻ, കെ ബി ഗണേഷ് കുമാർ, MLA മാരായ പി ചിത്തരഞ്ജൻ, എച്ച് സലാം, അഡ്വക്കേറ്റ് യു പ്രതിഭാകരി, MS അരുൺകുമാർ, തോമസ് കെ തോമസ്, ദലീമ ജോജോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, കളക്ടർ അലക്സ് വർഗീസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 500ഓളം പേരും എത്തിയിരുന്നു. വിവിധ സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ, തൊഴിലാളി പ്രതിനിധികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക, കായിക, സിനിമാ രംഗത്തെ പ്രതിഭകൾ, പ്രൊഫഷണലുകൾ, വ്യവസായ പ്രമുഖർ, സാമുദായിക നേതാക്കൾ, പ്രവാസികൾ തുടങ്ങിയവരുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തി.